സദസ്സിന് വന്ദനം. എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ കൊറോണ കാലത്ത് ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന മാനസിക സംഘർഷമാണ് എൻ്റെ കൊച്ചു മണാക്കിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. മനുഷ്യനൊരു പണി ചെയ്യാൻ ഈ ഫോൺ അയക്കില്ല. ഹലോ ഹലോ, ഇത് സരോജിനിയല്ലേ? അതെ, ഇത് ആരോഗ്യവകുപ്പിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ സർ, നിങ്ങൾ 2 ദിവസം മുന്നേ നടത്തിയ ടെസ്റ്റ് റിസൾട്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് പോസിറ്റീവാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവിടേക്ക് ഒരു ആംബുലൻസ് വരും. ആ സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയോ അടുത്തിടപഴകുകയോ ചെയ്യരുത്. ഓക്കെ ഓക്കെ. ദൈവമേ, എന്താണ് ഞാൻ കേൾക്കുന്നത്? എനിക്ക് കൊറോണ പോസിറ്റീവോ? അപ്പോൾ അതെൻ്റെ അമ്മയ്ക്കും മക്കൾക്കും എല്ലാം വരില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യും? ആരാണ് അവിടെ? എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്? ഇത് ഞാനാ, കൊറോണ. നിങ്ങളുടെ മനുഷ്യന്മാരുടെ പേടി സ്വപ്നം. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ സരോജിനി. നിനക്ക് കൊറോണയുണ്ടല്ലേ? എങ്കിൽ പോരെ, നിന്റെ പോലുള്ള ആളുകൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട്. വേഗം പോരെ, വേഗം പോരെ. ഇപ്പം നമ്മൾ പോകുന്നത് എവിടെയാണെന്നോ? നമ്മുടെ ലോകത്തേക്ക്. അവിടെ എന്ത് രസമാണെന്നോ? അവിടെ ഈ ചുറ്റിനും കൂരാക്കൂരിയിട്ടാണ്. അവിടെ നമ്മൾ ഒറ്റയ്ക്ക്, നമ്മളോട് ആരും സംസാരിക്കുകയില്ല. നമുക്ക് ആരോടും സംസാരിക്കേണ്ടതില്ല. നമുക്ക് ആരുടെയും ശല്യമില്ലാതെ കഴിയും. അവിടെ അച്ഛനില്ല, അമ്മയില്ല, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, കുടുംബങ്ങളില്ല, ആരും തന്നെ ഇല്ല. എന്ത് രസമായിരിക്കുമെന്നോ? ഇല്ല, ഞാൻ വരില്ല. ആശി പിടിക്കല്ലേ സരോജിനി. നിന്നെ പോലുള്ള ആളുകൾ അല്ലേ സരോജിനി? ഇതാ നിങ്ങളുടെ മനുഷ്യന്മാരെ കൊണ്ടുള്ള ഒരു കോളം. സാമൂഹിക അകലം പാലിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. മാസ്ക് ഇട്ട് നടക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെയോ ചുറ്റിനും വെറുതെയും വേണ്ടാതെ നടക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അതാ ഞങ്ങളെപ്പോലുള്ള വൈറസുകൾക്ക് വിജയം. വേഗം പോരെ, നമുക്ക് പോകാം. പിന്നെ ഞാൻ എല്ലാവർക്കും ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കും. ചിലവർക്ക് കഠിനമായ പനി, ചിലവർക്ക് തൊണ്ടവേദന, ചിലവർക്ക് ചുമ, ചിലവർക്കോ ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ട്. നിനക്കെന്ത് സമ്മാനമാണ് തരേണ്ടത്? അല്ലെങ്കിൽ വേണ്ട, നീ വേഗം പോരെ. ഇല്ല, ഞാനിപ്പോൾ നിൻ്റെ കൂടെ പോന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ, മക്കൾ, കുടുംബം ഇവരെല്ലാം അവിടെ ഒറ്റപ്പെടില്ലേ? അവരൊറ്റയ്ക്കാവില്ലേ? നീ വിഷമിക്കേണ്ട കാര്യമില്ല. അവരെ കൂടെ നമുക്ക് കൊണ്ടുപോകും. പക്ഷെ ഇന്നല്ല, നാളെയോ മറ്റന്നാളോ ആയി. വേണമെങ്കിൽ നിന്റെ നാട്ടുകാരെ കൂടെ കൊണ്ടുപോവാം. എന്ത് പറയുന്നു? വേഗം പോരെ, സമയം പാഴാക്കണ്ട. ഇല്ല, ഞാൻ ഈ കൊറോണയ്ക്ക് മുന്നിൽ തോൽക്കില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ പോന്നു കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ നാട്ടുകാർ ഇങ്ങനെ പറയും, കൊറോണ പരത്തിയവർ എന്ന്. ആ പേര് ഞങ്ങൾക്ക് മുന്നിൽ വീഴരുത്. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. ഞാൻ കൊറോണയ്ക്ക് മുന്നിൽ തോൽക്കില്ല. ഈ ഒരൊറ്റ കുപ്പി മതി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോകത്തിനോട് വിട പറയാൻ. ഞാനും എൻ്റെ കുടുംബവും ഈ ലോകത്തിനോട് എന്നേക്കുമായി വിട പറയുകയാണ്. സരോജിനി, നിന്റെ ഫോൺ അടിക്കുന്നത് കേട്ടില്ലേ? എടുക്ക്. ഹലോ ഹലോ, നേരത്തെ വിളിച്ചില്ലേ? ആരോഗ്യവകുപ്പ്, അതിൽ നിന്ന് തന്നെയാണ്. പറയൂ സർ. ഒരു കുഞ്ഞ് അബദ്ധം പറ്റിപ്പോയി. നിങ്ങളുടെ പേര് സരോജിനി കെ എന്നല്ലേ? എന്നാൽ സരോജിനി കെക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവാണ്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ. ദൈവമേ, എന്താണ് ഞാൻ കേൾക്കുന്നത്? എനിക്ക് കൊറോണ ഇല്ലേ? ഞാൻ രക്ഷപ്പെട്ടു. ഈശ്വരൻ എന്നെ കാത്തു. നീ രക്ഷപ്പെട്ടല്ലേ സരോജിനി? എന്നാൽ ഈ നാട്ടിൽ ഇനിയും ഉണ്ടാകുമല്ലോ ഒരുപാട് സരോജിനിമാർ. ഞാൻ അവരെയൊക്കെ ഒന്ന് പോയി കാണട്ടെ. അപ്പം ശരി, പിന്നെ കാണാം. കൂട്ടുകാരെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ഈ കൊറോണ കാലത്ത് സ്വന്തം ജീവിതവും മറന്ന് നമ്മെ രക്ഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ നാം കണ്ടില്ലെന്ന് നടിക്കരുത്. അവർക്കൊപ്പം നമുക്കും ഒത്തുചേരാം, കൈകോർക്കാം. ജയ് ഹിന്ദ്.